നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSc +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. ഇന്ന് PSc ഡിഗ്രി ലെവൽ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്, കൺഫേം ചെയ്തിരിക്കുകയാണ്. മെയ് 22-നാണ്. അപ്പോൾ മെയ് 7 മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. എല്ലാവരും ഓർക്കുക, മെയ് 22-നാണ് എക്സാം. അപ്പോൾ പഠനം കൂടുതൽ ശക്തിപ്പെടുത്തുക. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ സോഷ്യൽ മീഡിയ എന്ന ടോപ്പിക്കാണ്. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. ആദ്യം അത് ഓർക്കുക. അപ്പോൾ ഇൻ്റർനെറ്റ് അതിൻ്റെ യൂസേഴ്സിന് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രോണിക് മെയിൽ, ഇമെയിൽ അയക്കാൻ സഹായിക്കുന്നു, ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, നമ്മുടെ ഫ്രണ്ട്സിനോടും വേണ്ടപ്പെട്ടവരോടും ചാറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സർവീസസ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് മൊത്തത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻ്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയും കൂടിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിപ്പോൾ ചാറ്റിംഗ് ആവാം, വീഡിയോ കോൺഫറൻസ് ആകാം, പിന്നെ ഇ-കൊമേഴ്സ് ആകാം. എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ചാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനെറ്റിലൂടെ വ്യക്തികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ചാറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ടുകാലങ്ങളിൽ ലെറ്റർ അയച്ചും ടെലിഫോൺ കോൾ ചെയ്തും ഒക്കെയാണ് ആശയവിനിമയം നടത്തിയിരുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി വിരൽ തുമ്പുകളിലാണ് മെസ്സേജസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചാറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സ്കൈപ്പ്. ഏതാണ് സ്കൈപ്പ്? ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൈപ്പ് ലോഞ്ച് ചെയ്ത വർഷം ഓഗസ്റ്റ് മാസം 2003. ഓഗസ്റ്റ് മാസം 2003 സ്കൈപ്പ് ലോഞ്ച് ചെയ്തത്. സ്കൈപ്പ് ഡെവലപ്പ് ചെയ്തത് ആരൊക്കെയാണ്? പി കെയ്സാലുവും അതുപോലെ ജാൻ ടാലിൻ പി കെയ്സാലു, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് സ്കൈപ്പ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ സ്കൈപ്പ് ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. വാട്സാപ്പ് നമ്മളിപ്പം വൈഡ്ലി യൂസ് ചെയ്യുന്ന ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ലോഞ്ച് ചെയ്തത് എന്നാണ്? 2009 വാട്സാപ്പ് ലോഞ്ച് ചെയ്തത്. ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ്? ജാൻ കോമും ബ്രയാൻ ആക്ടനുമാണ്. 2014 ഫെബ്രുവരി മാസം 19 വാട്സാപ്പിനെ ആര് ഏറ്റെടുത്തു? ഫേസ്ബുക്ക് $19 ബില്യൺ ഏറ്റെടുത്തു. എന്നാണ് 2014 ഫെബ്രുവരി മാസം 19. 2014 ഫെബ്രുവരി മാസം 19 വാട്സാപ്പിനെ ഫേസ്ബുക്ക് ഏറ്റെടുത്തത്. അടുത്തത് ടെലഗ്രാം ഓഗസ്റ്റ് മാസം 2013 ഫൗണ്ട് ചെയ്തത്. എന്നാണ്? ഓഗസ്റ്റ് 2013. ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ്? നിക്കോളയും പാവൽ ഡുറോവും ആണ്. ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അടുത്തത് വൈബർ ഫൗണ്ട് ചെയ്തത് 2010 ഡിസംബറിലാണ്. ടാൽമോൺ മാർക്കോയാണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ ഇതൊക്കെ എന്ത് ആപ്ലിക്കേഷൻ ആണെന്ന് ഓർക്കുക? ചാറ്റ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത് കൂടാതെയുള്ള ചാറ്റ് ആപ്ലിക്കേഷൻസ് ആണ് മെസ്സഞ്ചർ ഉണ്ട്, യാഹു ഉണ്ട്, വിൻഡോസ് ലൈവ് മെസ്സഞ്ചർ ഉണ്ട്. ഇതിൻ്റെ പേര് ഓർത്തിരിക്കുക. ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ ഫാക്ട്സും ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാനുള്ളത് ഏതാണ്? വാട്സാപ്പ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്തതായി പറയാൻ പോകുന്നു ഇ-കൊമേഴ്സ്. അപ്പോൾ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സർവീസാണ് ഇ-കൊമേഴ്സ് അഥവാ ഇലക്ട്രോണിക് കൊമേഴ്സ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ്. അതായത് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന, ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനത്തിനെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കുറച്ച് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളും അതിൻ്റെ ഫൗണ്ടേഴ്സുമാണ് പറയുന്നത്. ഒന്നാമത്തെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റാണ് ആമസോണിൻ്റെ ഫൗണ്ടർ ആരാണ്? ജെഫ് ബിസോസ് ആണ് ആമസോണിൻ്റെ ഫൗണ്ടർ.
ഫ്ലിപ്കാർട്ടിൻ്റെ ഫൗണ്ടേഴ്സിനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സച്ചിൻ ബെൻസാലും ബിന്നി ബെൻസാലുമാണ്. ആരൊക്കെയാണ്? സച്ചിൻ ബെൻസാലും ബിന്നി ബെൻസാലുമാണ്. ഫൗണ്ട് ചെയ്ത വർഷം 2007. 2007 ഫൗണ്ട് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗളൂരു ആണ്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? ബംഗളൂരു. 2018 ഗ്ലോബൽ റീറ്റെയിൽ നെറ്റ്വർക്കായ വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തു. അപ്പോൾ ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്ത കമ്പനി ഏതാണ്? വാൾമാർട്ടാണ്. റിപ്പീറ്റഡ് ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. വാൾമാർട്ട് 2018 ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തു. ആസ്ഥാനം ബംഗളൂരു ആണ്. ഇനി അലിബാബ. അലിബാബയുടെ ഫൗണ്ടർ ആരാണ്? ജാക്മയാണ്. ആരാണ് അലിബാബയുടെ ഫൗണ്ടർ? ജാക്മ. അപ്പോൾ അലിബാബയുടെ കറണ്ട് സിഇഒന്റെ പേരും കൂടെ പഠിച്ചു വെക്കുക. ഡാനിയൽ സാങ് ആണ്. ഡാനിയൽ സാങ് ആണ് അലിബാബയുടെ പ്രസന്റ് സിഇഒ. ഫൗണ്ടർ ആരാണ്? ജാക്മയാണ്. ഇനി സ്നാപ്ഡീൽ. സ്നാപ്ഡീലിന്റെ ഫൗണ്ടർ കുണാൽ ബാൽ ആണ്. കുണാൽ ബാൽ ആണ് സ്നാപ്ഡീലിന്റെ ഫൗണ്ടർ. ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് ആണ് ഈബേ, ഫ്യൂച്ചർ ബസാർ, ebi.com, മിന്ത്ര, ജബോങ് മുതലായവ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് ആണ്. ഇ കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള സൈറ്റ്സ് ആണെന്ന് ഓർക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ്. എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്? ആൾക്കാരുടെ ഇടയിൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് എന്നാണ് ലോഞ്ച് ചെയ്തത്? 2004 ഫെബ്രുവരി മാസം 4-നാണ്. 2004 ഫെബ്രുവരി മാസം 4-നാണ് ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്തത്. ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ ആരാണ്? മാർക്ക് സുക്കർബർഗ് ആണ്. മാർക്ക് സുക്കർബർഗ് ആണ് ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മെൻലോ പാർക്ക്, കാലിഫോർണിയ. അപ്പോൾ കാലിഫോർണിയയിലെ മെൻലോ പാർക്കാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഫേസ്ബുക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു കമ്പനിയുടെ സിഇഒ എന്നറിയപ്പെടുന്ന ആരാണ്? മാർക്ക് സുക്കർബർഗ് ആണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു കമ്പനിയുടെ സിഇഒ ആരാണ്? മാർക്ക് സുക്കർബർഗ് ആണ്. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് 100 മില്യൺ ലൈക്സ് നേടിയ താരമാണ് ഷക്കീറ. ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്ത വീഡിയോ ഷെയറിംഗ് നെറ്റ്വർക്കാണ് ഫേസ്ബുക്ക് വാച്ച്. വീഡിയോ ഷെയറിംഗ് നെറ്റ്വർക്കാണ് ഫേസ്ബുക്ക് വാച്ച്. ഹോം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഹോം. ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത പ്ലാറ്റ്ഫോമാണ് ഏത്? ഹോം. ഇനി ഡിജിറ്റൽ ലിറ്ററസി ലൈബ്രറി 6 ഭാഷകളിൽ പുറത്തിറക്കിയത് ഫേസ്ബുക്കാണ്. 6 ഇന്ത്യൻ ഭാഷകളിൽ ഡിജിറ്റൽ ലിറ്ററസി സാക്ഷരതാ ലൈബ്രറി, ഡിജിറ്റൽ ലിറ്ററസി ലൈബ്രറി 6 ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ സോഷ്യൽ മീഡിയ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫേസ്ബുക്കാണ്. ആ 6 ഭാഷകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മലയാളമുണ്ട്, ബംഗാളിയുണ്ട്, ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്. ഏതൊക്കെയാ? മലയാളം, ബംഗാളി, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്. ഈ 6 ഇന്ത്യൻ ഭാഷകളിൽ ഡിജിറ്റൽ ലിറ്ററസി ലൈബ്രറി പുറത്തിറക്കിയത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഓർക്കുട്ടാണ്. ഓർക്കുട്ട് 2004 തന്നെയാണ് ലോഞ്ച് ചെയ്തത്. ഓർക്കുട്ടിൻ്റെ ഫൗണ്ടർ ആരാണ്? ഓർക്കുട്ട് ബെയ്ക്കുട്ടനാണ്. ഓർക്കുട്ട് ബെയ്ക്കുട്ടനാണ് ഓർക്കുട്ടിൻ്റെ ഫൗണ്ടർ. 2004 ഫേസ്ബുക്ക് വന്ന അതേ വർഷം തന്നെയാണ് ഓർക്കുട്ടും വന്നത്. എന്നാൽ ഗൂഗിള് 2014 സെപ്റ്റംബർ മാസം 30-ന് 2014 സെപ്റ്റംബർ മാസം 30-ന് ഗൂഗിൾ എന്ത് ചെയ്തു? ഓർക്കുട്ടിനെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു, ക്ലോസ് ചെയ്തു. എന്നാണെന്ന് ആ ഡേറ്റ് അടക്കം ഓർക്കുക. 2014 സെപ്റ്റംബർ മാസം 30. ആ സമയത്ത് വാർത്തകളിലെല്ലാം നിറഞ്ഞിരുന്ന ഒരു സംഭവമായിരുന്നു. 2014 സെപ്റ്റംബർ മാസം 30-നാണ് ഗൂഗിൾ ഓർക്കുട്ടിനെ എന്ത് ചെയ്തത്? പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്തത്. അടുത്തത് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ജോബ്സ് സെർച്ച് ചെയ്യാനുള്ള ഒരു സൈറ്റാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ, നൗക്കരി, ക്വിക്കർ ഇതൊക്കെ എന്താണ്? ജോബ് സെർച്ചിങ് സൈറ്റുകളാണ്. അപ്പോൾ ലിങ്ക്ഡിൻ ലോഞ്ച് ചെയ്ത വർഷം 2003 ആണ്. 2003-ലാണ് ലിങ്ക്ഡിൻ ലോഞ്ച് ചെയ്തത്. ആരാണ് ഫൗണ്ടർ? റെയ്ഡ് ഹോഫ്മാൻ ആണ്. ആരാണ്? റെയ്ഡ് ഹോഫ്മാൻ ആണ് ലിങ്ക്ഡിൻ്റെ ഫൗണ്ടർ. ഒരു ജോബ് സെർച്ചിങ് സൈറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് ട്വിറ്റർ. ട്വിറ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ട്വിറ്റർ ലോഞ്ച് ചെയ്ത വർഷം പഠിക്കുക. 2006 മാർച്ച് മാസം 21-നാണ്. 2006 മാർച്ച് മാസം 21-നാണ് ട്വിറ്റർ ലോഞ്ച് ചെയ്തത്. ട്വിറ്ററിൻ്റെ ഫൗണ്ടർ എപ്പോഴും ചോദിക്കാറുണ്ട്, ജാക്ക് ഡോർസിയാണ്. ആരാണ്? ജാക്ക് ഡോർസിയാണ് ട്വിറ്ററിൻ്റെ ഫൗണ്ടർ. ട്വിറ്ററിൽ അയക്കുന്ന മെസ്സേജസ്
140 ക്യാരക്ടേഴ്സ് ഉള്ള മെസ്സേജസ് ആണ് അയക്കുന്നത്. അതിൻ്റെ പേര് ട്വീറ്റ് എന്നാണ്. എന്താണ് ട്വീറ്റ്? 140 ക്യാരക്ടേഴ്സ് മാത്രം ഉൾക്കൊള്ളുന്ന മെസ്സേജസ് മാത്രമേ നമുക്ക് ട്വിറ്ററിൽ അയക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പേര് ട്വീറ്റ് എന്നാണ്. ട്വിറ്ററിൻ്റെ ലോഗോയിൽ കാണുന്ന ആ ബേർഡിൻ്റെ പേര്, ഒരു ബേർഡിൻ്റെ ലോഗോയാണ് ട്വിറ്ററിലുള്ളത്. ആ ബേർഡിൻ്റെ പേര് ലാറി ബേർഡ് എന്നാണ്. ആ ബേർഡിൻ്റെ പേരെന്താണ്? ലാറി ബേർഡ് എന്നാണ്. ഇനി ട്വിറ്റർ അറിയപ്പെടുന്നത് SMS ഇൻ ദ വേൾഡ് ഓഫ് ഇൻ്റർനെറ്റ്. അപ്പോൾ SMS ഇൻ ദ വേൾഡ് ഓഫ് ഇൻ്റർനെറ്റ് എന്നറിയപ്പെടുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്വിറ്റർ ആണ്. കാരണം ചെറിയൊരു SMS അതിനകത്ത് ട്വീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പോസ്റ്റ് എന്നല്ല, ട്വിറ്ററിൽ നമ്മൾ ട്വീറ്റ് അയക്കുന്ന മെസ്സേജസിനെ പറയുന്നത് എന്താണ്? ട്വീറ്റ് എന്നാണ്. ഇനി ട്വിറ്റർ 2013 ലോഞ്ച് ചെയ്ത മ്യൂസിക് സർവീസാണ് #മ്യൂസിക്. ഏതാണ്? #മ്യൂസിക് ലോഞ്ച് ചെയ്തത് ആരാണ്? ട്വിറ്റർ ആണ്. 2013. വർഷം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. #മ്യൂസിക് ആരുടെയാണെന്ന് ഓർക്കുക? ട്വിറ്ററിൻ്റെ ആണെന്ന് ഓർക്കുക. ഇനി ട്വിറ്ററിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് പ്രണവ് കുമാർ മുഖർജി. പ്രണവ് കുമാർ മുഖർജിയാണ് ട്വിറ്ററിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. ഇനി അടുത്തൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനാണ്, സൈറ്റാണ് യെല്ലോ. യെല്ലോ ജസ്റ്റ് 2 പോയിന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. 2014 മാർച്ച് മാസമാണ് ലോഞ്ച് ചെയ്തത്. പോൾ ബട്നിസ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ. ബട്നിസ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ. ഇനി ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സർവീസാണ് ബാങ്കിങ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ് ബാങ്കിങ്. അതായത് ബാങ്കിങ് സേവനങ്ങളെല്ലാം ഇന്റർനെറ്റ് വഴി പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ വൈഡ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന എന്ത് തന്നെയാണ്? ബാങ്കിങ് അഥവാ ഇലക്ട്രോണിക് ബാങ്കിങ് തന്നെയാണ്. ഇനി നമുക്ക് 2-3 മോട്ടോസ് പഠിക്കാനുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്കും ഈ പോർഷൻ കംപ്ലീറ്റ് ആവും. അത് നോക്കാം. ഇനി PSC റിപ്പീറ്റ് ചെയ്യുന്ന 1-2 മോട്ടോസ് ആണ് പറയുന്നത്. ഗൂഗിളിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഡോൺ ബി ഈവിൽ, തിന്മ അരുത്. എന്താണ്? ഡോൺ ബി ഈവിൽ, തിന്മ അരുത് എന്നത് ഏതിൻ്റെ മോട്ടോ ആണെന്ന് തിരിച്ചും ചോദിക്കാറുണ്ട്. ഏതിൻ്റെയാണ്? ഗൂഗിളിൻ്റെ മോട്ടോയാണ് ഡോൺ ബി ഈവിൽ, തിന്മ അരുത്. IBM ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ്. IBMൻ്റെ ഫുൾ ഫോം ആണ് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ്. അപ്പോൾ അതിൻ്റെ മോട്ടോ തിങ്ക്, ചിന്തിക്കൂ, തിങ്ക്. ആപ്പിൾ, തിങ്ക് ഡിഫറെൻറ്റ്, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. അപ്പം ആപ്പിളിൻ്റെ എന്താണ്? തിങ്ക് ഡിഫറെൻറ്റ്. IBM ആണെങ്കിൽ തിങ്ക്. ഓക്കെ. മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ ബി വാട്ട്സ് നെക്സ്റ്റ് എന്നത് ഏതിൻ്റേതാണ്? മൈക്രോസോഫ്റ്റിൻ്റേതാണ്. വിപ്രോ അപ്ലൈയിങ് തോട്ട്. ഇൻഫോസിസ് പവേർഡ് ബൈ ഇൻ്റലക്ട് ഡ്രിവൺ ബൈ വാല്യൂസ്. ഏതിൻ്റേതാണ്? ഇൻഫോസിസിൻ്റേതാണ്. വിപ്രോ അപ്ലൈയിങ് തോട്ട് എന്നതാണ്. മൈക്രോസോഫ്റ്റ് ബി വാട്ട്സ് നെക്സ്റ്റ് എന്നതാണ്. ആപ്പിൾ തിങ്ക് ഡിഫറെൻറ്റ്. IBM തിങ്ക്. പിന്നെ ഗൂഗിൾ ഡോൺ ബി ഈവിൽ. അപ്പം ഇത്രയും ആയപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ എന്നൊരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അൺഅക്കാഡമിയിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും മറ്റു നോട്ട്സും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ. കൂടാതെ അൺഅക്കാഡമിയിലെ പെയ്ഡ് ക്ലാസ്സസ് ഇനി തുടങ്ങാൻ പോകുന്ന ബാച്ച് കോഴ്സസ് 12th ആൻഡ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം. ദൗത്യം ബാച്ച് 3 ഇത് 60 ദിവസത്തെ ഡിഗ്രി ലെവൽ കോഴ്സസ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. 15th മാർച്ചിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സാർ ഈ കോഴ്സിൽ ഹിസ്റ്ററി വിഭാഗം ക്ലാസ് എടുക്കുന്നുണ്ട്. മറ്റ് മുൻനിര എഡ്യൂക്കേറ്റേഴ്സും ഈ കോഴ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടാതെ ഒരു തവണ നിങ്ങളിപ്പം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ടൈമിലുള്ള എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദൗത്യം മാത്രമല്ല, അപ്പോൾ തുടങ്ങുന്ന ബാക്കി എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ 12th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഒരു 25 ഡേ ദിശ ബാച്ച് 7 എന്ന പേരിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാർച്ച് 17-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇവിടെയും 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക. അൺഅക്കാഡമിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് സീരീസിനെ പറ്റി പറയാം. ഇനി വരുന്ന 13, 27 മാർച്ച് 13നും 27നും അൺഅക്കാഡമി ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുകയാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട്. ഇതിൽ ആദ്യം 3 റാങ്കിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷനും 4 മുതൽ 13 വരെയുള്ള റാങ്കുകളിൽ വരുന്നവർക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷനിൽ സ്കോളർഷിപ്പും 14 മുതൽ 20 വരെ റാങ്ക് ഉള്ളവർക്ക് 50% സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ്സ് അൺലോക്ക് ചെയ്തു.